ഇന്ന് നമുക്ക് ദോശയിലൂടെ കഴിക്കാനായിട്ട് നല്ലൊരു തക്കാളി ചട്നി കൊണ്ട് റെഡിയാക്കാം. അതിന് 2 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് 2 വറ്റൽമുളക്, 5-6 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില, പിന്നെ 2 വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പാൻ കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ചേരുവകൾ അങ്ങോട്ട് ചേർത്ത് വഴറ്റി അങ്ങോട്ട് എടുക്കാം. അതുപോലെ ഉള്ളിയെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊണ്ടെടുക്കാം. ഇനി നമുക്കിത് കൊണ്ട് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് തക്കാളി ഒന്ന് വാടി വരട്ടെ. ഇനി ഇടയ്ക്ക് ഇളക്കി നമ്മൾ കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. അതായത് നമ്മുടെ തക്കാളിയിൽ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയേറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് അരച്ചങ്ങോട്ട് എടുക്കണം. അരച്ചെടുത്തിട്ട് ഒരല്പം എണ്ണയും കൊണ്ട് ഒഴിച്ച് അരച്ചെടുത്തത് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ ടേസ്റ്റി തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. അന്നേരം നമ്മുടെ തക്കാളി ചട്നി നല്ല പേസ്റ്റ് പോലെ അരച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് തവ ചൂടായി വരുമ്പം 1 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അല്പം കടുക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചട്നി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയാവും. കടുകിട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ചട്നി അവിടെ ചേർത്ത് കൊടുക്കാം. അതിനി നല്ലൊരു ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇളക്കി കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് ദോശ കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ കൂടെ എടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചട്നിയും ദോശയും. ഇനി നമുക്ക് ദോശ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ദോശക്കല്ല് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇനി ചൂടായി വന്നിട്ട് നമുക്ക് ദോശയും കൂടെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് എണ്ണ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. എന്നാലും നമ്മുടെ നല്ല സോഫ്റ്റ് ദോശയും അതിൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയും കണ്ടോ, എന്നിട്ട് കൂടെ കഴിക്കാം. നമ്മുടെ നൈസായിട്ടുള്ള തക്കാളി ചട്നി, നല്ല ദോശ.